അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ ശഅബാൻ തീരാനടുത്തായി നമുക്ക് കടന്നു വരുന്ന അതിമഹത്തായ ഒരു മാസം റമദാൻ മാസം. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ആ റമദാനിനെ വരവേൽക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. റമദാനിൽ നല്ല രൂപത്തിൽ ഇബാദത്തുകൾ എടുത്ത് ആഖിറം വെളിച്ചമാക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. പരിശുദ്ധ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തആല പരിശുദ്ധ റമദാന് നമുക്ക് റമദാന് നമുക്ക് അല്ലാഹു അടുപ്പിച്ചു തരട്ടെ. റമദാനിലേക്ക് നമ്മെല്ലാവരെയും അല്ലാഹു തആല എത്തിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട വിഷയം, ഇന്ന് മനുഷ്യർ പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അതിപ്രധാനപ്പെട്ട രോഗങ്ങൾ നമുക്ക് വരാൻ കാരണം തന്നെ നാം കഴിക്കുന്ന ആഹാരങ്ങളാണ്. ആ ആഹാരങ്ങളെ കൊണ്ടാണ് ആഹാരങ്ങളിൽ ചേർക്കുന്ന വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിന് ബാധിക്കുകയും അങ്ങനെയാണ് പല രോഗങ്ങൾ ഇപ്പോൾ മനുഷ്യനെ പിടികൂടുന്നത്. അപ്പോൾ രോഗങ്ങളെ തൊട്ട് നമുക്ക് പൂർണ്ണമായും സുരക്ഷിതത്വം ലഭിക്കാൻ, പൂർണ്ണമായ സേഫ് കാവൽ ലഭിക്കാൻ ഈ പറയാൻ പോകുന്ന ആയത്തുകൾ, സൂറത്തുകൾ ദിവസേന നിങ്ങൾ ഓതി അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു രോഗം നമ്മുടെ ശരീരത്തിന് ഏൽക്കുകയില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ആ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏൽക്കാതിരിക്കാൻ ഈ പറയാൻ പോകുന്ന ആയത്തുകൾ, സൂറത്തുകൾ ഓതി ദിവസേന നിങ്ങൾ കിടന്നുറങ്ങിയാൽ ഒരു രോഗവും നിങ്ങളുടെ ശരീരത്തിന് ഏൽക്കില്ല. ചെയ്യേണ്ടത് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് പ്രകാരം നിങ്ങളത് അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക്, ഇത് നിങ്ങളും കുടിക്കണം. നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ടോ, മക്കള്, ഭാര്യമാർ ചെയ്യുകയാണെങ്കിൽ ഭർത്താക്കന്മാർ, അങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. ഈ വെള്ളം നിങ്ങൾ കുടിക്കാൻ കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഓതി മന്ത്രിക്കുക. ഒരു തവണ ഓതി ഇഷ്ഫി എന്ന് ചൊല്ലി അതിലേക്ക് മന്ത്രിക്കുക. പിന്നെ ആയത്തുൽ കുർസി ഒരു തവണ ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഒരു തവണ ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് എന്ന സൂറത്തും ഒരു തവണ ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്തും ഒരു തവണ ഓതി അതിലേക്ക് മന്ത്രിക്കുക. പിന്നെ സൂറത്തു തൗബയിലെ ബിസ്മി ഓതാൻ പാടില്ലാത്ത വെറും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതി പിന്നെ ഈ രണ്ട് ആയത്തുകൾ ഓതുക. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതേപോലെ തന്നെ ശേഷമുള്ള ആയത്തും കൂടി ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ ലൗ അൻസൽന തുടങ്ങുന്ന ഈ 4 ആയത്തുകൾ ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു തവണ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഒരു തവണ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒരു തവണ. ഇതെല്ലാം ഓതിയതിനു ശേഷം അവസാനമായി ഒരു നാരിയത്ത് സ്വലാത്തും കൂടി, ഒരു നാരിയത്ത് സ്വലാത്ത്, ഒരു തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി അതിലേക്ക് നാരിയത്ത് സ്വലാത്ത് നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടാക്കും സ്ക്രീനിൽ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫറുജു ബിഹിൽ ഖുറബ് വതുഖ്ദാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗാഹിബ് വഹസ്നുൽ ഖവാതിം وإستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك എന്ന ആയത്തും കൂടി ഒരു തവണ ഓതി ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് ചൊല്ലി മന്ത്രിക്കുക. ആ വെള്ളത്തിന് നിങ്ങൾ കുടിക്കണം, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ ദിവസവും ചെയ്താൽ ആ ശരീരത്തിന് ഒരു രോഗവും ഏൽക്കില്ല. അത്രയും മഹത്വമുള്ള ആയത്തുകളും സൂറത്തുകളുമാണ് ഓതിട്ട് മന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ ശരീരത്തിന് ഒരു രോഗവും ബാധിക്കില്ല. ദുനിയാവിലും ആഖിറത്തിലും അവന് നല്ല മഹത്വമാണ് ഈ ആയത്തിലൂടെ, ഈ സൂറത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹു തആല നമുക്ക് ഇരു ലോകത്തും ഇസ്സത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ, ആഫിയത്തോടെ ജീവിക്കാൻ, നല്ല രൂപത്തിൽ മരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.